ഇറാൻ ആണവശക്തിയാകുന്നതിന് മുമ്പ് അവരെ ആക്രമിക്കണമെന്നാണ് ഇസ്രയേലിന്റെ നിലപാട്. എന്നാൽ റഷ്യയുടെ സഹായത്തോടെ ഇറാൻ ഇതിനകം ആണവായുധം വികസിപ്പിച്ചിട്ടുണ്ടാകാമെന്ന് അമേരിക്ക കരുതുന്നു. ഈ സാഹചര്യത്തിൽ ഇറാനെ ആക്രമിക്കുന്നത് ആത്മഹത്യാപരമായിരിക്കുമെന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ്. കുടിയേറ്റക്കാർക്കെതിരായ ട്രംപിന്റെ നിലപാട് ലോസ് ആഞ്ചലസ് തെരുവുകളിൽ വലിയ സംഘർഷങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. സ്വന്തം ജനതയെ നേരിടാൻ സൈന്യത്തെ നിയോഗിക്കേണ്ട ഗതികേടിലാണ് ട്രംപ് ഭരണകൂടം. ഈ പശ്ചാത്തലത്തിലാണ് ഇറാനെതിരായ നീക്കങ്ങൾക്ക് വേഗത വർദ്ധിക്കുന്നത്. പുതിയ സാഹചര്യത്തെ നല്ല അവസരമായി കണ്ട് ഇസ്രയേൽ അമേരിക്കയെ കൂട്ടുപിടിച്ച് ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കുന്ന തിരക്കിലാണ്. ഏതാക്രമണത്തെയും നേരിടാൻ ഇറാൻ തയ്യാറാണെന്ന ഉറച്ച നിലപാടിലാണ്. ജാപ്പനീസ് ദ്വീപായ ഒക്കിനാവയിലെ അമേരിക്കൻ വ്യോമതാവളത്തിലെ സംഭരണ ഡിപ്പോയിൽ ഉണ്ടായ സ്ഫോടനമാണ് അതിൽ പ്രധാനം. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്ത ഈ സ്ഫോടനത്തിന് പിന്നിൽ ഇറാന്റെയോ അവരുടെ സായുധ ഗ്രൂപ്പുകളുടെയോ പങ്കുണ്ടോ എന്ന് CIA യും മൊസാദും സംശയിക്കുന്നുണ്ട്.